ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പച്ചമാങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ചോപ്പറിലാണ്. മിക്സി ജാറിലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിനേക്കാളിലൊക്കെ നല്ലത് അമ്മിയിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നതാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. വലിയ സൈസ് ചുമന്നുള്ളി ആണെങ്കിൽ ഒരു 3-4 എടുത്താൽ മതി. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. നല്ല എരിവ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. കാന്താരി മുളക് ഇല്ലാണ്ട് പച്ചമുളകായാലും മതി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി, കൂടുതലായിട്ട് അരഞ്ഞു പോവരുത്. ഞാനിപ്പോൾ ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ചതച്ചെടുത്താൽ തന്നെ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെറുതെ കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കഞ്ഞിയും കൂടി കിട്ടിയാൽ പിന്നെ പറയണ്ട. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്